ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. മനസ്സു തുറക്കുവാനൊരിടം, ഹൃദയം പകരുവാനൊരിടം. മനസ്സു തുറക്കുവാനൊരിടം, ഹൃദയം പകരുവാനൊരിടം. അനുദിന ജീവിത ദുരിതം അതിരുകളില്ലാതെ പകരാൻ. അനുദിന ജീവിത ദുരിതം അതിരുകളില്ലാതെ പകരാൻ. അരുമനാഥൻ തൻ അരികിലല്ലാതെ ഒരിടമീ മരുവിലുണ്ടോ? അരുമനാഥൻ തൻ അരികിലല്ലാതെ ഒരിടമീ മരുവിലുണ്ടോ? മനസ്സു തുറക്കുവാനൊരിടം, ഹൃദയം പകരുവാനൊരിടം. മനസ്സു തുറക്കുവാനൊരിടം, ഹൃദയം പകരുവാനൊരിടം. ഇരുട്ടിന്റെ ഭീകരദിനങ്ങൾ, ഭയത്തിന്റെ ഏകാന്ത നിമിഷം. ഇരുട്ടിന്റെ ഭീകരദിനങ്ങൾ, ഭയത്തിന്റെ ഏകാന്ത നിമിഷം. അരുമനാഥൻ തൻ അരികിലല്ലാതെ ഒരിടമീ മരുവിലുണ്ടോ? അരുമനാഥൻ തൻ അരികിലല്ലാതെ ഒരിടമീ മരുവിലുണ്ടോ? മനസ്സു തുറക്കുവാനൊരിടം, ഹൃദയം പകരുവാനൊരിടം. മനസ്സു തുറക്കുവാനൊരിടം, ഹൃദയം പകരുവാനൊരിടം. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. റോസ് ഫാമിലി FB പേജിൽ വീണ്ടും ദൈവത്തിന്റെ വചനവുമായി നിൽക്കുവാൻ തക്കോണം ദൈവം ഇവിടെയാക്കി കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഹാലലുയ. ഇന്ന് രാത്രി ഹാലലുയ കർത്താവിന്റെ ദാസി റോസ്നാന്റിയെ കുടുംബത്തെയും ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. നന്ദിയും വന്ദനവും സ്നേഹവും അറിയിക്കുന്നു. രാത്രി കർത്താവ് എല്ലാ പ്രിയപ്പെട്ടവരും, കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരും കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ. ഇന്ന് രാത്രിയിൽ ചിന്തയ്ക്ക് വേണ്ടി നമുക്കൊരു തിരുവചനം വായിക്കാം. സ്തോത്രം. സങ്കീർത്തനം 62:9 വാക്യം. ജനമേ, എല്ലാ കാലത്തും അവനിൽ ആശ്രയിപ്പിൻ, നിങ്ങളുടെ ഹൃദയം അവന്റെ മുമ്പിൽ പകരുവിൻ. ദൈവം നമുക്ക് സങ്കേതമാകുന്നു. ഹല്ലേലൂയ. നല്ല വചനത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ദൈവവചനങ്ങളാണ് നമ്മെ ഉറപ്പിക്കുകയും ആശ്വസിപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്നത്. ക്രിസ്തീയ ജീവിതത്തിൽ നമുക്ക് മുമ്പോട്ട് പോകുവാൻ അല്ലെങ്കിൽ നമുക്ക് പാത ഒരുക്കി തരുന്ന ദൈവത്തിന്റെ വചനം അല്ലെ. തിരുവചനം എന്റെ കാലിന് ദീപവും എന്റെ പാതയ്ക്ക് പ്രകാശവുമാകുന്നു. ഹല്ലേലൂയ. നാം അത് വായിച്ചു വിടുമെങ്കിലും നാം ചിന്തിച്ചിട്ടില്ല. ഹല്ലേലൂയ. എന്റെ കാലിന് ദീപവും എന്റെ പാതയ്ക്ക് പ്രകാശവും, ഇത് രണ്ടുമില്ലെങ്കിലുള്ള അവസ്ഥയെന്ന് ആലോചിച്ച് നോക്കിക്കേ, നാം കൂരിരുട്ടിൽ തപ്പി തടയുകയായിരിക്കും. സ്തോത്രം. അപ്പോൾ തിരുവചനമാണ് നമ്മെ നടത്തുന്നത്. ഇവിടെ പറയുന്നു, ജനമേ ജനമേ എന്ന് വിളിച്ചുകൊണ്ടാ പറയുന്നത്. ഹാലലൂയ. ഇപ്പൊ ഏത് വിഭാഗത്തിലുള്ള ജനവും അതിൽപ്പെടും. ഹാലലൂയ. അതിവിശ്വാസിയോ അവിശ്വാസിയോ ഏത് വിഭാഗത്തിലുള്ള ജനവും ഇതിൽപ്പെടും. ജനമേ. സ്തോത്രം. എന്താ? എല്ലാ കാലത്തും. സ്തോത്രം. എല്ലാ കാലത്തും അവനിൽ ആശ്രയിപ്പീൻ. സ്തോത്രം. സ്തോത്രം. നല്ലത് വരുമ്പോൾ മാത്രമല്ല, നന്നായിരിക്കുമ്പോൾ മാത്രമല്ല, ഹാലലൂയ, സന്തോഷം വരുമ്പോൾ മാത്രമല്ല, ആരോഗ്യമുള്ളപ്പോഴും ജോലിയുള്ളപ്പോഴും മാത്രമല്ല, ഹാലലൂയ, എല്ലാ കാലത്തും അവനിൽ ആശ്രയിപ്പീൻ. സങ്കീർത്തനക്കാരനായിരിക്കുന്ന ദാവീദാണ് പറഞ്ഞിരിക്കുന്നത്. ദാവീദിന്റെ ജീവിതം നമ്മൾ പഠിക്കുമ്പോൾ ഹാലലൂയ തന്റെ ജീവിതത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങളും പ്രതികൂലങ്ങളിലും കൂടി എല്ലാം കടന്നുപോയ വ്യക്തിയല്ലേ. ഹാലലൂയ.
സ്തോത്രം. ഹല്ലേലൂയ. അദ്ദേഹം കടന്നുപോയ പ്രതിസന്ധികളും പ്രതികൂലങ്ങളും എല്ലാം ഓർത്തു നോക്കിയാൽ ഹല്ലേലൂയ മറ്റുള്ളവരെ ധൈര്യപ്പെടുത്താൻ കഴിയത്തില്ല. അതുപോലെ പ്രതിസന്ധിയുള്ള ഒരു വ്യക്തിയായിരുന്നു ദാവീദ്. അദ്ദേഹം പറയുക, ഹല്ലേലൂയ, ജനമേ എല്ലാ കാലത്തും അവനിൽ ആശ്രയിപ്പിൻ, യേശുക്രിസ്തുവിൽ ആശ്രയിപ്പിൻ. ഹല്ലേലൂയ. നിങ്ങളുടെ ഹൃദയം അവന്റെ മുമ്പിൽ പകരുവിൻ. ഏതു സമയത്തും നമുക്ക് ഹൃദയം പകരുവാൻ, നമ്മുടെ പ്രയാസങ്ങളെ, നമ്മുടെ വേദനകളെ ഏത് സമയത്തും ചെന്ന് പറയുവാൻ പറ്റുന്ന ഒരിടം ഹല്ലേലൂയ യേശുക്രിസ്തുവിന്റെ സന്നിധിയിലാണ്, കർത്താവിന്റെ അടുക്കലാണ്. ഹല്ലേലൂയ അവനിൽ തന്നെയാണ്. സ്തോത്രം. ഹല്ലേലൂയ അവന്റെ അടുക്കലേക്ക് നാം ഏത് സമയഭേദം കൂടാതെ എപ്പോൾ വേണമെങ്കിലും നമുക്ക് അടുത്ത് ചെല്ലുവാൻ കഴിയും. ഹല്ലേലൂയ നാം ജീവിച്ചിരിക്കുമ്പോൾ ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ വലിയ പ്രതിസന്ധികൾ നേരിടാം. ജീവിതത്തിൽ പാപത്തിന്റെ വഴികളിലൂടെ കടന്നുപോയെന്നിരിക്കാം. ഹല്ലേലൂയ അനർത്ഥങ്ങൾ നമുക്ക് നേരിട്ടെന്നിരിക്കാം. രോഗങ്ങളും കഷ്ടങ്ങളും വന്നെന്നിരിക്കാം. ഹല്ലേലൂയ അവിടെയെല്ലാം ഏത് പ്രതിസന്ധി ആയിരുന്നാലും, ഏത് അവസ്ഥയിലായിരുന്നാലും, ഏത് കാലത്തായിരുന്നാലും, കഷ്ടകാലവും നഷ്ടകാലവും ഹല്ലേലൂയ നല്ല കാലവും എല്ലാം ഉണ്ടാവും. ഹല്ലേലൂയ ഈ സമയത്തൊക്കെയും ആശ്രയിക്കേണ്ടത് ദൈവത്തിൽ മാത്രമാണെന്നാണ് ഇവിടെ സങ്കീർത്തനക്കാരൻ നമ്മെ പ്രബോധിപ്പിക്കുന്നത്. സങ്കീർത്തനക്കാരനായ ദാവീദ് പറയുന്നത് ഹല്ലേലൂയ എല്ലാ കാലത്തും അവനിൽ ആശ്രയിപ്പിൻ. ഇന്നലെ ഞാൻ ശുശ്രൂഷിച്ച വിഷയം സ്തോത്രം, നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ തന്റെ ദൂതന്മാരോട് കൽപ്പിക്കുമെന്ന ഇന്നലെ ശുശ്രൂഷിച്ച ദേവസ്യക്ക എന്ന പേജിൽ ഇത് കിടപ്പുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. അവിടെ ശുശ്രൂഷിച്ചത് ഇങ്ങനെയാണ്, നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നമുക്ക് എന്താ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്? നമ്മൾ നമ്മുടെ വിഷയങ്ങളിൽ ആകുലപ്പെട്ടും വ്യാകുലപ്പെട്ടും കരഞ്ഞും നിലവിളിച്ചും കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ വഴികളിലൊക്കെ നമുക്ക് ദൂതന്മാരെ അയക്കുന്ന ദൈവമാണ് നമുക്കുള്ളതെന്ന്. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നു എല്ലാ കാലത്തുമെന്ന്. സ്തോത്രം. അപ്പൊ എല്ലാ വഴികളിലും നമ്മെ സൂക്ഷിപ്പാൻ കർത്താവ് ദൂതന്മാരെ അയക്കും. ഇവിടെ പറയുക എല്ലാ കാലത്തും നാം അവനിൽ ആശ്രയിക്കണം. ഹല്ലേലൂയ. അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് ഒരിക്കലും ലജ്ജിക്കേണ്ടി വരത്തില്ല, സങ്കടപ്പെടേണ്ടി വരത്തില്ല, ദുഃഖിക്കേണ്ടി വരത്തില്ല. സ്തോത്രം. ക്ഷീണിച്ചു പോകേണ്ടി വരത്തില്ല. നിങ്ങളുടെ ഹൃദയം അവന്റെ മുമ്പിൽ പകരുവിൻ. ദൈവവചനത്തിൽ നമുക്ക് പലയിടങ്ങളിലും കാണുവാൻ കഴിയുന്നുണ്ട്. പലരും ദൈവസന്നിധിയിൽ പോയിരുന്ന് കരഞ്ഞ് നിലവിളിച്ച് അവരുടെ ഹൃദയം കർത്താവിലേക്ക് പകർന്ന് അവരുടെ ആവശ്യങ്ങളെ നിറവേറ്റി അവരുടെ കാര്യങ്ങളെ ദൈവസന്നിധിയിൽ പങ്കിട്ടപ്പോൾ കർത്താവ് അതിൽ 4 ഇരട്ടിയും 10 ഇരട്ടിയും ഒക്കെ ആയിട്ട് കൊടുത്ത സംഭവങ്ങൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. ഹന്ന ദൈവസന്നിധിയിൽ പോയിരുന്ന്, സ്തോത്രം ഇല്ലേ, ശമൂവേലിന്റെ അമ്മ ഹന്ന ദൈവസന്നിധിയിൽ പോയിരുന്ന് നിലവിളിച്ചു, കരഞ്ഞു. ഇസ്രായേലിൽ ഒരു പ്രവാചകനെ ആവശ്യമുണ്ട്. കാരണം ഇസ്രായേൽ വചനം ദുർലഭമായിരിക്കുന്ന കാലത്ത് ഹല്ലേലൂയ അതിന്റെ പോക്ക് കണ്ടിട്ട് ഹന്നയ്ക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഹന്നയുടെ ജീവിതത്തിൽ തനിക്കാണെങ്കിൽ ഒരു കുഞ്ഞുമില്ല. ഹല്ലേലൂയ അങ്ങനെ താൻ വളരെ ഭാരപ്പെട്ട് സ്തോത്രം നിലവിളിയോടെ കണ്ണുനീരോടെ കർത്താവിന്റെ സന്നിധിയിൽ ചെന്നിരുന്ന് കരഞ്ഞ് തന്റെ ഹൃദയം പകരുകയത്രേ ചെയ്തത്. ഹല്ലേലൂയ ഇവിടെ പറയുന്നു, നിങ്ങളുടെ ഹൃദയം എല്ലാ കാലത്തും അവനിൽ ആശ്രയിക്കട്ടെ. നിങ്ങളുടെ ഹൃദയം എപ്പോഴും അവന്റെ മുമ്പിൽ പകരട്ടെ, അവന്റെ മുമ്പിൽ പകരുവിൻ. ഹല്ലേലൂയ. ദൈവത്തിന്റെ മുമ്പിൽ നമ്മുടെ ഹൃദയം പകരുവാനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സ്തോത്രം. സ്തോത്രം. ഹല്ലേലൂയ. ദൈവമക്കളെ, പ്രിയപ്പെട്ടവരെ, നമുക്ക് കഴിയുന്നുണ്ടോ? സ്തോത്രം. നമുക്ക് കഴിയുന്നുണ്ടോ നമ്മുടെ ഹൃദയം കർത്താവിന്റെ അടുക്കൽ പകരുവാൻ കഴിയുന്നുണ്ടോ? അതോ നമ്മുടെ ഭർത്താവിനോടും മക്കളോടും അല്ലെങ്കിൽ അമ്മയോടും അപ്പനോടും സഹോദരങ്ങളോടും കൂട്ടുകാരോടൊക്കെയാണോ നമ്മുടെ ഹൃദയം പകരുന്നത്? നമ്മുടെ ഉള്ളതുപോലെ നമ്മുടെ ചങ്ക് മുഴുവനായി പറിച്ചു കൊടുത്താലും ഹല്ലേലൂയ സ്നേഹിക്കുന്നില്ല, സ്നേഹമില്ല എന്ന് പറയുന്നവരുടെ അടുത്താണോ ഹല്ലേലൂയ നമ്മുടെ ഹൃദയം പകരുന്നത്? പാടില്ല. എല്ലാ കാലത്തും ദൈവത്തിൽ ആശ്രയിക്കുക. അവന്റെ മേൽ, അവന്റെ അടുക്കൽ ഇരുന്നു കൊണ്ട് ഹല്ലേലൂയ അവന്റെ മാറോട് ചേർന്നിരുകൊണ്ട് നിന്റെ ഹൃദയം അവനിൽ പകരുക. ഹല്ലേലൂയ. നിനക്ക് പറയുവാനുള്ളത്, നിനക്ക് ചെയ്യുവാനുള്ളത്, നിനക്ക് ചെയ്യേണ്ടത്, നിന്റെ ജീവിതത്തിലെ പാപങ്ങള്, കുറവുകള് ഒക്കെ ദൈവസന്നിധിയിലേക്ക് ഹല്ലേലൂയ പകർന്ന് ഹല്ലേലൂയ നിന്റെ ഹൃദയം ശൂന്യമാക്കുക. നിന്റെ ഹൃദയം ശൂന്യമായിരിക്കട്ടെ. സ്തോത്രം. നിന്റെ ഹൃദയത്തിൽ നിന്നും ഉള്ളതെല്ലാം എടുത്ത് ഹല്ലേലൂയ കർത്താവിന്റെ സന്നിധിയിലേക്ക് പകർന്നുകൊണ്ടിരിക്കുക. സ്തോത്രം. സ്തോത്രം. എന്തുകൊണ്ടാ? അതിന് കാരണമുണ്ട്. അവൻ നമ്മുടെ സങ്കേതമാ. സങ്കേതം എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് ഓടിച്ചെന്ന് അഭയം പ്രാപിക്കുന്ന ഇടത്തിനാണ് സങ്കേതം എന്ന് പറയുന്നത്. സങ്കേത നഗരം എന്നൊക്കെ ദൈവവചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. സങ്കേത പട്ടണങ്ങൾ, സങ്കേത നഗരങ്ങൾ എന്നൊക്കെ നമുക്ക് കാണുവാൻ കഴിയും. കാരണം ഒരിടത്തൊരു പ്രശ്നമുണ്ടായാൽ ഓടിച്ചെന്ന് അഭയം പ്രാപിക്കുന്ന പട്ടണം അല്ലെങ്കിൽ ഓടിച്ചെന്ന് അഭയം പ്രാപിക്കുന്ന നഗരം, അതൊക്കെയാണ് സങ്കേത നഗരം, സങ്കേത പട്ടണം എന്നൊക്കെ പറയുന്നത്. ഹല്ലേലൂയ. ദൈവം നമുക്ക് സങ്കേതവും കോട്ടയുമാകുന്നു. അല്ലേ? ഹല്ലേലൂയ.
സ്തോത്ര കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. ഹല്ലേലൂയ. ഇങ്ങനെ ദൈവത്തിന്റെ വചനം നമ്മെ ഉറപ്പിക്കുവാൻ ധാരാളമായിട്ട് നമുക്കിവിടെ കാണുവാൻ തക്കോണം ഇടയായിത്തീരും. ഹല്ലേലൂയ. ധാരാളമായി. ഹല്ലേലൂയ. എന്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ ഞാൻ ഭൂമിയുടെ അറ്റത്ത് നിന്ന് നിന്നെ വിളിച്ചപേക്ഷിക്കും. ഹല്ലേലൂയ. സ്തോത്രം. എന്താ അവിടെ പറഞ്ഞിരിക്കുന്നത്? എല്ലാ കാലത്തും അവനിൽ ആശ്രയിക്കണം. എപ്പോഴാ? ഏതാ കാലം? ഹൃദയം ക്ഷീണിക്കുന്ന ഒരു കാലം. സ്തോത്രം. ഹൃദയം ക്ഷീണിക്കുന്ന ഒരു കാലം. നമുക്ക് 6-ാം സങ്കീർത്തനത്തിലേക്ക് ഒന്ന് വരാം. 61-ാം സങ്കീർത്തനത്തിന്റെ സ്തോത്രം 2-ാമത്തെ വാക്യമാ, എന്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ ഞാൻ ഭൂമിയുടെ അറ്റത്തു നിന്ന് നിന്നെ വിളിച്ചപേക്ഷിക്കും. അപ്പൊ ഒരു കാലം, ഇവിടെ എല്ലാ കാലത്തും എന്ന് പറയുന്നില്ലേ? അപ്പൊ എന്റെ ഹൃദയം ക്ഷീണിക്കുന്ന ഒരു കാലം. ആ സമയത്ത് ഞാൻ എന്റെ ഹൃദയം ഞാൻ നിന്നിലേക്ക് പകരും, അല്ലെങ്കിൽ നിന്നെ ഞാൻ വിളിച്ചപേക്ഷിക്കും. സ്തോത്രം. സ്തോത്രം. ഹല്ലേലൂയ. എനിക്ക് അത്യുന്നതമായ പാറയെങ്കിലേക്ക് എന്നെ നടത്തണമേ. ഏതാണ് ഈ അത്യുന്നതമായ പാറ? നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ. അവനാണ് നീങ്ങിപ്പോകാത്ത പാറ. ഹല്ലേലൂയ. മാറാത്ത പാറ. ഹല്ലേലൂയ. ഇസ്രായേൽ മക്കളെ അനുഗമിച്ച ആത്മീയ പാറ, അവർ കുടിച്ച ആത്മീയ പാറ. ഹല്ലേലൂയ. അതാണ് നമ്മുടെ കർത്താവ്. അത്യുന്നതമായ പാറയെങ്കിലേക്ക് എന്നെ നടത്തണമേ എന്ന് എന്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ ഞാൻ നിന്നോട് വിളിച്ചപേക്ഷിക്കും. ഹല്ലേലൂയ. എന്നെ അങ്ങനെ നടത്തണമേ എന്ന്. ഹല്ലേലൂയ. അങ്ങനെയാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്. സ്തോത്രം. 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 ഇവിടെ പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. 6-ാം സങ്കീർത്തനത്തിൽ ഇങ്ങനെ പറയുന്നു. സ്തോത്രം. 2-ാം വാക്യം, ഞാൻ തളർന്നിരിക്കുന്നു. അപ്പൊ നമ്മുടെ ഒരു സമയം എപ്പോഴാ? ഒരു എല്ലാ കാലത്തെന്ന് പറയുന്ന ആ ഒരു കാലം ഏതാ? തളർന്നിരിക്കുന്ന കാലം. ഹല്ലേലൂയ. തളർന്നിരിക്കുക, ആകെ പ്രയാസം, നിരാശ, വിഷമം, രോഗം, ക്ഷീണം എല്ലാം കൊണ്ട് ഞാൻ തളർന്നിരിക്കുക. ഞാൻ തളർന്നിരിക്കുന്നു. യഹോവേ, ഞാൻ തളർന്നിരിക്കുന്നു, എന്നോട് കരുണയുണ്ടാകണമേ. തളർന്നിരിക്കുന്ന ആൾക്ക് വേണ്ടത് കരുണയാ. യാചിക്കുക ദൈവത്തോട്, എന്നോട് കരുണയുണ്ടാകണമേ. ഹല്ലേലൂയ. പിന്നെ അതിന്റെ താഴെ പറയുന്നു, എന്റെ അസ്ഥികൾ ഭ്രമിച്ചിരിക്കുന്നു, എനിക്ക് സൗഖ്യം വേണം. അല്ല, ഇപ്പൊ എനിക്ക് സൗഖ്യമില്ലാതിരിക്കുക, അസ്ഥികൾ തുളച്ചു കയറുന്ന വേദനയാൽ ഞാൻ ഭാരപ്പെടുക. എന്താ സംഭവിക്കുന്നതെന്ന് അറിയാൻ വയ്യാത്ത രീതിയിൽ ഇടയ്ക്കിടയ്ക്ക് അസ്ഥികളിലേക്ക് ഒരു വേദന, ഒരു പെരുപ്പ്. ഹല്ലേലൂയ. അത് മുഖാന്തരം നിരാശ, ഭാരം, കണ്ണുനീരും, നിലവിളിയും, ഹല്ലേലൂയ, ദുഃഖവും എല്ലാം ഉണ്ട്. ഇവിടെ പറയുക, എനിക്ക് സൗഖ്യം വരുത്തണമേ. ഹല്ലേലൂയ. എന്റെ അസ്ഥികൾ ഭ്രമിച്ചിരിക്കുന്നു, എന്നെ സൗഖ്യമാക്കണമേ. ഹല്ലേലൂയ. ദൈവസന്നിധി ഹൃദയത്തെ പകരുവാനുള്ള അവസരമാണത്. ഹല്ലേലൂയ. പിന്നെയോ, എന്റെ പ്രാണനും ഭ്രമിച്ചിരിക്കുന്നു. പ്രാണഭയത്തിലാണ് ഇപ്പോൾ, മരണഭയത്തിലാണ് ഇപ്പോൾ ആയിരിക്കുന്നത്. ഹല്ലേലൂയ. എന്റെ പ്രാണനും ഭ്രമിച്ചിരിക്കുകയാ. ഹല്ലേലൂയ. എന്ത് സംഭവിക്കുമെന്ന് അറിയത്തില്ല. ആകെ വികൽപ്പം, വെപ്രാളം, പരവേശ, പരാക്രമം. ഹല്ലേലൂയ. തന്റെ ജീവിതത്തെ ശത്രു എടുത്ത് കുടഞ്ഞുകൊണ്ടിരിക്കുക, വിയർക്കുകയാ. ഹല്ലേലൂയ. എന്താ ചെയ്യേണ്ടതെന്ന് ഒന്നും അറിയില്ല. പാപത്തിന്റെ ഭാരമുണ്ട്, കടത്തിന്റെ ഭാരമുണ്ട്, ജീവിത ഭാരമുണ്ട്, രോഗത്തിന്റെ ഭാരമുണ്ട്. എന്നാൽ ഇതിനെല്ലാം സൗഖ്യമാക്കുന്ന ഒരു ആത്മീയ സൗഖ്യം നിനക്ക് ആവശ്യമാ. നിന്റെ ആത്മാവിന്റെ ഹല്ലേലൂയ സൗഖ്യമാണ് നിനക്ക് വേണ്ടത്. ഹല്ലേലൂയ. രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നാം ഓരോ ദിവസവും മുമ്പോട്ട് പോകുമ്പോൾ നാം ചിന്തിക്കുന്നുണ്ടോ, നമ്മുടെ ജഡം ക്ഷീണിച്ചാലും നമ്മുടെ ആത്മ മനുഷ്യൻ ഒരുക്കമുള്ളതാണെങ്കിൽ നമുക്കതൊന്നും ഒരു പ്രശ്നമാകത്തില്ല. സ്തോത്രം. കഴിഞ്ഞ ഒരു മാസം ഞാൻ വളരെയധികം ശാരീരികമായി ക്ഷീണിക്കാത്തൊക്കെ ഇവിടെയായിത്തീർന്നു. പല്ലുവേദന വന്നിട്ട് രാത്രി ഉറങ്ങാൻ കഴിയാത്ത അവസ്ഥ വന്നു. ഒടുവിൽ കഴിഞ്ഞ ചൊവ്വാഴ്ച ഞാൻ ആ പല്ലെടുത്ത് കളയേണ്ടി വന്നു. ഹല്ലേലൂയ. സ്തോത്രം. കാരണം അത്രയ്ക്കും പ്രയാസപ്പെടുന്ന അനുഭവം, പ്രാർത്ഥിക്കാൻ പോലും പറ്റത്തില്ല. സ്തോത്രം മാത്രമോ ഏതാണ്ട് ഒരു മാസത്തോളം സ്തോത്രമേ പറഞ്ഞുള്ളൂ എന്ന് പറയാം. കാരണം പ്രാർത്ഥിക്കുവാനോ വായി തുറക്കുവാനോ ഒന്നും കഴിയാത്ത അനുഭവങ്ങളായിരുന്നു. പക്ഷേ ഇതെല്ലാം ഉണ്ടെങ്കിലും ഒരു പ്രാർത്ഥനയും കൂട്ടായ്മകൾക്കൊന്നും പോകുവാൻ കിട്ടിയ അവസരങ്ങളൊന്നും പാഴാക്കാതെ കർത്താവിന്റെ സന്നിധിയിൽ പോകാനിടയായി തീർന്നു. സ്തോത്രം. ദൈവം എനിക്ക് സൗഖ്യം വരുത്തി. ഹല്ലേലൂയ. ചുമയാൽ ഒരുപാട് പലവിധ ശാരീരിക പ്രശ്നങ്ങൾ ഭാരപ്പെട്ടു. പക്ഷേ എന്റെ ആത്മ മനുഷ്യൻ ഹല്ലേലൂയ ഒരുക്കമുള്ളതായിരുന്നു. അത് വചനം കേൾക്കുവാൻ കൊതിക്കുകയും ആത്മാവിൽ ആരാധിക്കാൻ കൊതിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ആത്മ മനുഷ്യൻ എനിക്കുണ്ടായിരുന്നത് കൊണ്ട് ഞാൻ അവിടെ ഒന്നും ക്ഷീണിച്ചു പോകാൻ ദൈവം എനിക്ക് ഇടയാക്കിയില്ല. കർത്താവിനെ സഹായിച്ചു, കർത്താവിനെ ബലപ്പെടുത്തി. സ്തോത്രം. ഹല്ലേലൂയ. പിന്നെ പറയാണ്, ഇവിടെ എന്താ വേണ്ടേ? എനിക്ക് സൗഖ്യം വേണം. എന്റെ അസ്ഥികൾ ഭ്രമിച്ചിരിക്കുന്നത് കൊണ്ട്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. സ്തോത്രം. എന്റെ അസ്ഥികൾ ഭ്രമിച്ചിരിക്കുന്നത് കൊണ്ട്. സ്തോത്രം. റേഞ്ചിന്റെ ഒരു അല്പം പ്രോബ്ലം ഉണ്ട്, നമുക്ക് പ്രാർത്ഥിക്കണമേ. ഹല്ലേലൂയ. സ്തോത്രം. എന്റെ അസ്ഥികൾ ഭ്രമിച്ചിരിക്കുന്നു, എന്നെ സൗഖ്യമാക്കണമേ. ഹല്ലേലൂയ. എനിക്കൊരു സൗഖ്യത്തിന്റെ ആവശ്യമുണ്ട്. സ്തോത്രം. പിന്നെയോ, എന്റെ പ്രാണനും അത്യന്തം ഭ്രമിച്ചിരിക്കുന്നു. സ്തോത്രം. സ്തോത്രം. യഹോവേ, തിരിഞ്ഞ് എന്റെ പ്രാണനെ വിടുവിക്കണമേ.
എന്റെ പ്രാണനെ വിടുവിക്കണമേ എന്ന് നിലവിളിക്കുന്ന കരയുന്ന ഹല്ലേലൂയ വ്യക്തികൾ എത്ര പേർ ഇവിടെ ഉണ്ട്? പ്രാണനെ വിടുവിക്കുക. നിന്റെ ഹല്ലേലൂയ തന്റെ പ്രാണനെ കൊടുത്ത് നിന്റെ പ്രാണനെ വീണ്ടെടുത്തവൻ ഹല്ലേലൂയ ഇന്ന് രാത്രി നിന്റെ അരികെ നിൽക്കുന്നുണ്ട്. ഹല്ലേലൂയ ഒന്ന് പറയാമോ? കർത്താവേ, എന്റെ പ്രാണനെ വീണ്ടെടുക്കണമേ, ഹല്ലേലൂയ എന്റെ പ്രാണനെ വിടുവിക്കണമേ, ഹല്ലേലൂയ കർത്താവേ എന്റെ അസ്ഥികൾക്ക് സൗഖ്യം വരുത്തണമേ എന്നൊന്ന് പറയാമോ ഇന്ന് രാത്രിയിൽ? ഹല്ലേലൂയ അല്പസമയം ദൈവസന്നിധിയിൽ ഇരുന്നു കൊണ്ട് ഹല്ലേലൂയ എന്നോട് ചേർന്ന് നിങ്ങൾക്ക് പറയുവാൻ കഴിയുമോ? ഹല്ലേലൂയ നിങ്ങൾക്ക് എന്നോട് ചേർന്ന് പറയുവാൻ കഴിയുമെങ്കിൽ ഈ രാത്രിയിൽ തന്നെ നിങ്ങളുടെ അടുക്കൽ വിടുവിപ്പാൻ ഇറങ്ങി വരുന്ന സൗഖ്യമാക്കുന്ന കർത്താവ് നിങ്ങളോട് ചേർന്ന് നിൽക്കുന്നുണ്ട്. പ്രാണനെ വിടുവിപ്പാൻ, പാവത്തിന്റെ കുടുക്കുകളിൽ നിന്ന്, കെണികളിൽ നിന്ന് നിങ്ങളെ വിടുവിച്ച്, നിത്യനാശത്തിൽ നിന്ന് നിങ്ങളെ വിടുവിച്ച് ഹല്ലേലൂയ രക്ഷയുടെ സന്തോഷത്തിലേക്ക് കൊണ്ടുവരുന്ന ഹല്ലേലൂയ മഹാദൈവം, ഒരു അത്ഭുതവാനായ ദൈവം, ഒരു സ്നേഹവാനായ ദൈവം, ഒരു കരുണയുള്ള പിതാവ് നമ്മുടെ അടുക്കൽ ചേർന്ന് നിൽപ്പുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. നിന്റെ കാരുണ്യ നിമിത്തം എന്നെ രക്ഷിക്കണമേ. സ്തോത്രം സ്തോത്രം. എന്നെ രക്ഷിക്കണമേ. സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. എന്തൊക്കെയാ അവിടെ സംസാരിക്കുന്നതെന്നറിയാമോ? തന്റെ ജീവിതത്തിൽ ഈ വിധത്തിലുള്ള അനുഭവങ്ങളും പ്രയാസങ്ങളും ഒക്കെ കടന്നു പോവുക. അപ്പൊ ഇവിടെ പറയുന്നത്, ഹൃദയം ക്ഷീണിക്കുമ്പോൾ ഞാൻ ഭൂമിയുടെ അറ്റത്ത് നിന്ന് വിളിച്ചപേക്ഷിക്കും. ഹല്ലേലൂയ. അതൊരു സമയമാ. അല്ലെ, നമ്മുടെ ജീവിതത്തിലെ വിവിധ കാലങ്ങൾ, വിവിധ അവസ്ഥകളാണ് ഞാൻ പറയുന്നതൊക്കെ ഇവിടെയായി തീർന്നത്. ഏതൊക്കെയാ? അല്ലെ, നിങ്ങളുടെ ഹൃദയം അവന്റെ മുമ്പിൽ പകരുവിൻ, എല്ലാ കാലത്തും അവനിൽ ആശ്രയിപ്പിൻ. ഏത് പ്രതിസന്ധി വരട്ടെ, ആസ്തിയൊരുക്കമോ, ഹല്ലേലൂയ സ്തോത്രം, ആസ്തി തേയ്മാനമോ, ഏത് വേദനയാ നിന്നെ തകർക്കുന്നത്, നീ കർത്താവിനോട് പറ, എന്നെ വിടുവിക്കണമേ, എന്റെ ആസ്തികൾ ഭ്രമിച്ചിരിക്കുകയാ. ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് ആസ്തികൾ ഭ്രമിക്കുന്നതെന്ന് അറിയാമോ? സ്തോത്രം. നാം ചിന്തിക്കണം. സ്തോത്രം, നാം ചിന്തിക്കണം. ഹല്ലേലൂയ. സ്തോത്രം. എന്റെ രക്ഷ വരുന്നത് ദൈവത്തിങ്കൽ നിന്നാ. ഹല്ലേലൂയ. രക്ഷ വരുന്നത് ദൈവത്തിങ്കൽ നിന്നാ. ആ ദൈവത്തിങ്കിലേക്ക് നീ ഒന്ന് തിരിയണം. സ്തോത്രം. അതിനുവേണ്ടി നിന്റെ ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുന്നത്. നിന്റെ ജീവിതത്തിലേക്ക് കഷ്ടങ്ങളും പ്രതികൂലങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ ഓർത്തു കൊള്ളണം, ദൈവത്തിങ്കൽ നിന്നുള്ള രക്ഷ നിനക്ക് ആവശ്യമാണ്. അത് നിനക്ക് തരുവാനായിട്ടാണ് നിന്റെ നേരെ വിഷയങ്ങൾ, പ്രതികൂലങ്ങൾ വരുന്നത്. നീ അപ്പോൾ ഓടി അവിടെയും ഇവിടെയും പോയി ആശ്രയിക്കണ്ട. എപ്പോഴും എല്ലാ കാലത്തും അവനിൽ ആശ്രയിപ്പിൻ, ദൈവത്തിൽ ആശ്രയിപ്പിൻ. നിങ്ങളുടെ ഹൃദയം എപ്പോഴും അവന്റെ മുമ്പാകെ പകരുവിൻ. ദൈവം നമുക്ക് സങ്കേതമാകുന്നു. നമുക്ക് ഓടിച്ചെന്ന് അഭയം പ്രാപിക്കുവാൻ ദൈവമാണ് ഉള്ളത്. അവനാണ് നമ്മുടെ സങ്കേതം. ദൈവമൻ ബലവും സങ്കേതവും, കഷ്ടങ്ങളിൽ അടുത്ത സഹായിയും. ദൈവമൻ ബലവും സങ്കേതവും, കഷ്ടങ്ങളിൽ അടുത്ത സഹായിയും. ആകയാൽ ഞാൻ ഭയപ്പെടില്ല, ഈ ഭൂതലവും മാറിപ്പോകും, പാർവതങ്ങൾ മാറി സാഗര മധ്യേ വീണാലും, പാർവതങ്ങൾ മാറി സാഗര മധ്യേ വീണാലും. എന്തെല്ലാം ഭവിച്ചാലും കർത്താവിന്റെ ആശ്രയവും എന്റെ സങ്കേതവുമാണ്. അവന്റെ കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത്, ദൈവം നമുക്ക് സങ്കേതമാകുന്നു. പിന്നെ പറയാ, ദൈവം ബലം ദൈവത്തിനുള്ളതാണ് എന്ന് ദൈവം ഒരിക്കൽ അരുളി ചെയ്തു. ഞാൻ 2 പ്രാവശ്യം കേട്ടുപിരിക്കുന്നു. അതെങ്ങനെ ഒരു പ്രാവശ്യം പറഞ്ഞ 2 പ്രാവശ്യം കേൾക്കുന്നത്? ദൈവത്തിന്റെ ജനം എന്ന് ശ്രദ്ധിച്ചാട്ടെ. ഹല്ലേലൂയ. ദൈവം പറയുകയാണ്, ബലം ദൈവത്തിനുള്ളതെന്ന് ദൈവം ഒരിക്കൽ അരുളി ചെയ്തു. പക്ഷെ ഞാൻ 2 പ്രാവശ്യം കേട്ടുമിരിക്കുന്നു. എങ്ങനെ കേട്ടു 2 പ്രാവശ്യം? റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അതങ്ങനെ ഏറ്റെടുത്തു കഴിഞ്ഞപ്പോൾ, കർത്താവേ നീ തന്നെയാണ് എന്റെ ബലം, നീ തന്നെയാണ് എന്റെ ബലമെന്ന് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. എക്കോ വന്നുകൊണ്ടിരിക്കുക ഹൃദയത്തിനകത്ത്. ഹല്ലേലൂയ. മറക്കുവാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. ആ സന്തോഷത്തിൽ നിന്ന് മാറുവാൻ കഴിയാത്ത അനുഭവത്തിൽ കർത്താവ് ഒരു പ്രാവശ്യം പറഞ്ഞു, പിന്നെയും പിന്നെയും ചെവി കൊണ്ട് കേൾക്കുക, വീണ്ടും വീണ്ടും അത് കേൾക്കുവാൻ കൊതിക്കുക. നിന്റെ ജീവിതത്തിൽ ഹല്ലേലൂയ ദൈവം അരുളി ചെയ്യുന്നത് പിന്നെയും പിന്നെയും ആവർത്തിച്ച് കേൾക്കട്ടെ. നിന്റെ വായ കൊണ്ട് തന്നെ നീ അത് ഉരുവിട്ടുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. ദൈവം എന്റെ സങ്കേതവും ബലവുമാകുന്നു, അവൻ കഷ്ടങ്ങളിൽ എനിക്ക് ഏറ്റവും അടുത്ത തുണയാണ്. ഹല്ലേലൂയ. ഞാൻ അവനിൽ ആശ്രയിക്കും, ഞാൻ അവനിൽ തന്നെ ആശ്രയിക്കും. ഹല്ലേലൂയ. അവന്റെ ബലമാണ്. കഷ്ടകാലത്ത് അവൻ എന്റെ കോട്ടയാണ്. ഹല്ലേലൂയ. ഞാൻ അവനിൽ ആശ്രയിക്കും. ഞാൻ അവന്റെ സങ്കേതം
സങ്കേതമാണ്, ഞാൻ അവനിലേക്ക് ഓടിച്ചെന്ന് അഭയം പ്രാപിക്കും. എത്ര പേർ പറയും ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ. അത് 84 സങ്കീർത്തനത്തിൽ പറയുകയാണ്, ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ. ഇവിടെ പറയുന്നു ബലം ദൈവത്തിനുള്ളതെന്ന് ദൈവം ഒരിക്കൽ അരുളി ചെയ്തുവെന്ന്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, നാം എത്ര ബലം പിടിച്ചാലും ഹല്ലേലൂയ ശ്വാസമത്രേ ആകുന്നു. ഹല്ലേലൂയ. മനുഷ്യൻ എത്ര ഉറച്ചു നിന്നാലും ഒരു ശ്വാസമത്രേ ആകുന്നു. സ്തോത്രം. അപ്പൊ നാം ബലം പിടിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഹല്ലേലൂയ. നമുക്ക് ഹല്ലേലൂയ ബലം കർത്താവിലാണ് വേണ്ടത്. കർത്താവിൽ തന്നെ നാം ആശ്രയിച്ചുകൊണ്ട് ഹല്ലേലൂയ കർത്താവിൽ ബലപ്പെടുക. ഹല്ലേലൂയ. അവരിൽ തന്നെ ആശ്രയിക്കുക. അവനാണ് നമ്മുടെ ആശ്രയ സങ്കേതമായിരിക്കുന്ന കർത്താവ്. ഹല്ലേലൂയ. ഈ രാത്രിയിൽ എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ജനമേ, നമുക്ക് ഒരുമിച്ച് ഹല്ലേലൂയ കർത്താവിൽ തന്നെ ആശ്രയിക്കാം. അത് ഏത് പ്രശ്നങ്ങളിലൂടെ ആയിക്കോട്ടെ, മക്കളുടെ കാര്യമോ കുടുംബകാര്യമോ ഹല്ലേലൂയ കുടുംബ പ്രശ്നങ്ങളോ ഹല്ലേലൂയ ബന്ധങ്ങളുടെ കാര്യമോ ഏതുമാകട്ടെ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പലരും പല വേദനപ്പെട്ട അനുഭവങ്ങളോട് വിളിക്കുവാനിടയായി തീർന്നു. ഇതിനിടയിൽ ഹല്ലേലൂയ നാളുകളായി രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ഹല്ലേലൂയ ദൈവസഭയിൽ പോയിക്കൊണ്ടിരുന്നവരെ തടയുന്ന ഹല്ലേലൂയ ഒരു ഫറവോന്യ ശക്തി വ്യാപരിക്കുന്നുണ്ട്. ഹല്ലേലൂയ പ്രിയപ്പെട്ടവരെ, പല പ്രിയപ്പെട്ടവരും വിളിക്കുന്നുണ്ട്. അങ്ങനെ ഹല്ലേലൂയ തങ്ങളുടെ കുടുംബത്തിലുള്ളവർ ഹല്ലേലൂയ ആരാധനയ്ക്ക് വിടാത്ത അനുഭവം. ഹല്ലേലൂയ അവർക്ക് സ്വാതന്ത്ര്യമായി ദൈവത്തെ ആരാധിക്കുവാൻ കഴിയും. 3, 4, 8, 10 വർഷങ്ങളായവരാ അല്ലെ, അവർക്ക് സ്വാതന്ത്ര്യത്തോടെ ദൈവത്തെ ആരാധിക്കുവാൻ കഴിയാത്ത അനുഭവങ്ങൾ വിളിച്ചു പറയുന്നുണ്ട്. ഹല്ലേലൂയ ദൈവജനത്തിന്റെ പ്രാർത്ഥന അല്ലെ പ്രാർത്ഥനാ ഗ്രൂപ്പുകളിൽ ഒക്കെയും അല്ലെ അങ്ങനെയുള്ളവരെ ഓർത്ത് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ അവരെല്ലാം വളരെ വേദനയോടെ വിളിക്കുന്നത്. ഹല്ലേലൂയ ഈ ഓൺലൈനിലുള്ള മീറ്റിങ്ങുകളും കൂട്ടായ്മകളും ഒക്കെയാണ് അവർ കൂടുന്നത്. ഹല്ലേലൂയ ദൈവജനത്തോടു കൂടി സന്തോഷിക്കുവാൻ കഴിയാത്ത അനേക ആയിരങ്ങളുണ്ട്, അനേക കുഞ്ഞുങ്ങളുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. ദൈവമക്കളെ ഹല്ലേലൂയ അവരെ ഓർത്ത് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ അവർ ഹല്ലേലൂയ കർത്താവിന്റെ മക്കളാണ്. നമ്മളെപ്പോലെ തന്നെ ഹല്ലേലൂയ കർത്താവിനെ ഹല്ലേലൂയ വിശ്വസിച്ച് പുറപ്പെട്ടവരാണ്. പക്ഷേ ഹല്ലേലൂയ ഞാൻ ഒത്തിരി ബലപ്പെടുത്തുവാൻ ധൈര്യപ്പെടുത്തുവാനൊക്കെ ഇടയായി തീർന്നു. പിന്നെയും ഹല്ലേലൂയ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരിക. ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം. അനേകർ ഹല്ലേലൂയ ഈ സൗഭാഗ്യം അനുഭവിക്കുവാൻ നിവർത്തിയില്ലാതെ പ്രയാസപ്പെട്ട് ഭാരപ്പെട്ടും കഴിയുന്നവരുണ്ട്. ഹല്ലേലൂയ അതുപോലെ സ്തോത്രം കുടുംബ ബന്ധങ്ങൾ പിരിഞ്ഞവർ, കുടുംബ ബന്ധങ്ങൾ ശിഥിലമായിക്കൊണ്ടിരിക്കുക. ഹല്ലേലൂയ യൗവനക്കാരുടെ കുടുംബങ്ങൾ തകർന്നു പോയിക്കൊണ്ടിരിക്കുക. മാതാപിതാക്കൾ ഹല്ലേലൂയ മക്കളുമായി ഹല്ലേലൂയ ഒരുമിച്ച് ജീവിക്കുവാൻ കഴിയാത്ത അനുഭവങ്ങളിലൂടെ പോകുന്ന അനേകരുണ്ട്. ഹല്ലേലൂയ കുടുംബ ബന്ധങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന ഒരു കാലഘട്ടമാകട്ടെ ഈ നാളുകളിൽ ഞാനും നിങ്ങളും. ഹല്ലേലൂയ നമുക്ക് കുടുംബങ്ങൾ ഹല്ലേലൂയ ഒരുമിച്ചുള്ളവർ സ്തോത്രം കർത്താവിന്റെ സന്നിധിയിൽ ഒരുമിച്ച് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ കഴിയുമോ? ഹല്ലേലൂയ കുടുംബ ബന്ധങ്ങൾ തകർന്നു പോകാതെ ഈ ഒരു വർഷത്തിൽ തകർന്ന കുടുംബങ്ങളൊക്കെ പണിയപ്പെടണം, കർത്താവിനാൽ പണിയപ്പെടണം. കുടുംബങ്ങളൊക്കെ ദൈവം സൃഷ്ടിച്ചതാ. ഹല്ലേലൂയ ദൈവമാണ് കുടുംബത്തെ സൃഷ്ടിച്ചത്, ദൈവമാണ് കുടുംബത്തെ പണിതത്. ഹല്ലേലൂയ കുടുംബത്തിന്റെ നായകൻ ദൈവമാ. അത് തകർന്നു പോകുവാൻ പിശാച് അവരുടെ ഇടയിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് അവരെ തകർത്ത് കളയുന്ന അനുഭവമാണ്. പിശാചിനെ പുറത്താക്കിയിട്ട് ദൈവത്തെ അകത്തേക്ക് സ്വീകരിച്ച് കുടുംബങ്ങൾ കർത്താവിന് വേണ്ടി വേർതിരിയപ്പെടണം, കർത്താവിൽ ഒരുമിക്കണം. അല്ലെങ്കിൽ അതിനുവേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ എല്ലാ കാലത്തും അവരിൽ തന്നെ ആശ്രയിക്കുവാൻ നമ്മെ എല്ലാവരെയും കർത്താവ് സഹായിക്കുമാറാകട്ടെ. ഈ രാത്രിയിൽ എന്നെ കേൾക്കുന്ന ഹല്ലേലൂയ ലിനു ജോർജ് ദൈവദാസി ഓർത്ത് സ്തോത്രം ചെയ്യുന്നു, റോസിനാരി ഓർത്ത് സ്തോത്രം ചെയ്യുന്നു, ഷിനു ഷിംഷോൻ ഹല്ലേലൂയ അങ്ങനെ സ്തോത്രം വയലറ്റ് ഹല്ലേലൂയ ഈ പ്രിയപ്പെട്ടവരെല്ലാം ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യാണ്. സ്തോത്രം. നിങ്ങൾ കമന്റുകൾ ഇടുമ്പോൾ നിങ്ങളുടെ പേരുകൾ എനിക്ക് വായിക്കുവാനൊക്കെ കഴിയും. ഹല്ലേലൂയ ജോസഫ് ഹല്ലേലൂയ സ്തോത്രം, ഒരു ജോബിൻ സ്തോത്രം സ്തോത്രം, സുരേഷ് കുമാർ, ഇങ്ങനെ പലരും ഹല്ലേലൂയ രാത്രിയിൽ സാലി സ്തോത്രം. നിങ്ങളൊക്കെയും ദൈവത്തിന്റെ സന്നിധിയിൽ രാത്രിയിൽ ആയിരിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിനും അല്ലെങ്കിൽ വലിയ നന്മയ്ക്കും കാരണമായി തീരട്ടെ. ഇതൊരു പുതുവർഷത്തിന്റെ 2ാമത്തെ മാസത്തിലേക്ക് നമ്മൾ കടന്നു വന്നു അല്ലേ. ഹല്ലേലൂയ കഴിഞ്ഞൊരു മാസക്കാലം എങ്ങനെ നാം ആയിരുന്നെന്ന് ഹല്ലേലൂയ ഒന്ന് വിചിന്തനം ചെയ്യുക, ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കുക. ഒരാത്മീയ ഹല്ലേലൂയ സ്തോത്രം സ്തോത്ര ചൈതന്യത്തിന് വേണ്ടി, ആത്മീയമായിരിക്കുന്ന വളർച്ചയ്ക്ക് വേണ്ടി, ഉന്നമനത്തിന് വേണ്ടി ഹല്ലേലൂയ ഈ നാളുകൾ ദൈവസന്നിധിയിൽ ആയിരിക്കാം. അല്പസമയം നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഹല്ലേലൂയ ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുക, ആരാധിക്കുക, അന്യഭാഷയിൽ ദൈവത്തോട് സംസാരിക്കുക. ഹല്ലേലൂയ അന്യഭാഷയിൽ ദൈവത്തെ സ്തുതിക്കാത്തവർ എന്ത് ചെയ്യും? കർത്താവിന്റെ വരവിങ്കൽ പരിശുദ്ധാത്മാവിനാൽ ഹല്ലേലൂയ അവന്റെ വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടിരിക്കുന്നവർ ഹല്ലേലൂയ സ്തോത്രം എത്ര പേരുണ്ട്. ഹല്ലേലൂയ മുദ്രയിടപ്പെടാത്തവർ ഈ രാത്രിയിൽ ഹല്ലേലൂയ നിങ്ങൾ ചിന്തിക്കുക. ദൈവസന്നിധിയിൽ ഇരുന്ന് കരഞ്ഞ് നിലവിളിച്ച് പാപങ്ങളെ ഏറ്റുപറഞ്ഞ് കുറവുകളെ ഏറ്റുപറഞ്ഞ് അഭിഷേകത്തിനായി പ്രാർത്ഥിക്കുക, പരിശുദ്ധാത്മാവിന്റെ കൃപയ്ക്കായി പ്രാർത്ഥിക്കുക. ഇത് പരിശുദ്ധാത്മാവിന്റെ കാലഘട്ടമാണ്, പരിശുദ്ധാത്മാവിനാൽ നടത്തപ്പെടുന്ന കാലഘട്ടമാണ്, യുഗമാണ്. ഹല്ലേലൂയ ദൈവമക്കൾ എല്ലാവരും പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചേ തീരൂ. ഹല്ലേലൂയ ഇല്ല എങ്കിൽ ഇന്ന് കർത്താവ് വന്നാൽ ഹല്ലേലൂയ വീണ്ടെടുപ്പ് നാൾ ഇന്നായിരുന്നാൽ ഹല്ലേലൂയ നമുക്ക് എങ്ങനെ ഹല്ലേലൂയ കർത്താവിന്റെ സന്നിധിയിൽ ചേരുവാൻ കഴിയും? നമ്മൾ എങ്ങനെ ഹല്ലേലൂയ പറക്കുവാൻ കഴിയും? നമ്മൾ ചിന്തിക്കുന്ന പോലെ പരിഹസിക്കുന്നവർ പരിഹസിക്കട്ടെ, അല്ലെങ്കിൽ നിന്ദിക്കുകയോ പരിഹസിക്കുകയും ഹല്ലേലൂയ
അപമാനിക്കുകയും അവഹേളിക്കുകയും ചെയ്യുന്നവർ അവർ ചെയ്യട്ടെ, അവർ അനീതി ചെയ്യുന്നവർ ഇനിയും അനീതി ചെയ്യട്ടെ, അഴുക്കുള്ളവൻ അഴുക്കാടട്ടെ, നീതിമാൻ തന്നെ തന്നെ നീതീകരിക്കണം. ഹല്ലേലൂയ. അഭിഷേകം പ്രാപിക്കാത്തവർ, ദൈവകൃപ പ്രാപിക്കാത്തവർ ഈ നാളുകൾ ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ച് നിങ്ങളുടെ അടുത്തുള്ള പെന്തക്കോസ്ത് കൂട്ടായ്മകളിൽ പോയി അഭിഷേകം പ്രാപിക്കണം. ദൈവദാസന്മാരെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കണം. നിങ്ങൾ ഒരുമിച്ച് ഇരുന്ന് ഹല്ലേലൂയ ദൈവകൃപ പ്രാപിക്കണം. ഉപേക്ഷിക്കേണ്ടതൊക്കെ ഉപേക്ഷിക്കണം. നമ്മുടെ ശരീര ദേഹി ആത്മാവിനെ പൂർണ്ണമായി കഴുകണം. ഹല്ലേലൂയ. ശരീരവും വിശുദ്ധിയോടെ സൂക്ഷിച്ചെങ്കിൽ മാത്രമേ ഹല്ലേലൂയ നമുക്ക് പരിശുദ്ധാത്മാവ് ലഭിക്കുവാൻ കഴിയത്തുള്ളൂ കേട്ടോ. ഹല്ലേലൂയ. അതെങ്ങനെയാണ്? നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമാ. ഹല്ലേലൂയ. നിങ്ങൾ ദൈവം വസിക്കുന്ന ആലയമാ. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ആലയത്തെ അശുദ്ധമാക്കുന്നവനെ ഹല്ലേലൂയ നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ആലയം അശുദ്ധമാകുവാൻ പാടില്ല. നമ്മുടെ ശരീരം ഹല്ലേലൂയ, നമ്മുടെ ശരീരം നാം ശരീരത്തിൽ ഇരിക്കുമ്പോൾ ഇത് ഹല്ലേലൂയ ദൈവത്തിന്റെ മന്ദിരമാണ്. ഇതിനെ നാം വിശുദ്ധിയോടെ സൂക്ഷിക്കണം. ഇതിനെ നാം ഹല്ലേലൂയ ഏറ്റവും പരിപാവനമായി, ഏറ്റവും വിശുദ്ധമായി ഹല്ലേലൂയ നാം സൂക്ഷിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ് കേട്ടോ. മറന്നു പോകരുത്. ഹല്ലേലൂയ. നാം നമ്മുടെ ജീവിതത്തിന്റെ പല വിഷയങ്ങളിലേക്ക് ലോകത്തിന്റെ പല കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ ഇതൊക്കെ മറന്നു പോകുക. ഒരു ശുദ്ധീകരണം വരുന്നില്ല. ഹല്ലേലൂയ. നാവിന് ശുദ്ധീകരണം വരണം, കണ്ണിന് ശുദ്ധീകരണം വരണം, ചെവിക്ക് ശുദ്ധീകരണം വരണം, നമ്മുടെ വാക്കുകൾക്ക് ചിന്തകൾക്കൊക്കെ ശുദ്ധീകരണം വരണം. ഓരോ നിമിഷവും ശുദ്ധീകരിക്കണം. കിടക്കാൻ പോകുമ്പോൾ കിടക്ക നിർമ്മലമായിരിക്കണം. ഹല്ലേലൂയ. കിടക്കമേൽ ഇരുന്നു കൊണ്ട് ശുദ്ധീകരണം പ്രാപിച്ചേ കിടക്കാവൂ. ഈ രാത്രിയിൽ കർത്താവ് വന്നാൽ ഹല്ലേലൂയ കൈവിടപ്പെട്ടു പോകരുത്. ഈ രാത്രിയിൽ എന്റെ കർത്താവ് വന്നാൽ ഹല്ലേലൂയ കർത്താവേ നീ എന്നെയും ചേർക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് വേണം ഓരോ രാത്രിയിലും നാം ഹല്ലേലൂയ വിശ്രമിക്കുവാൻ. ഹല്ലേലൂയ. എത്ര പേർ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നുണ്ട്? ഹല്ലേലൂയ. എത്ര പേർ നിരാശയും ദുഃഖവും ഭാരവും ഹല്ലേലൂയ ജീവിത ഭാരങ്ങളുമായി ഹല്ലേലൂയ ഇതൊന്നും അറിയാതെ കിടക്കുന്നുണ്ട്? ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അങ്ങനെ പാടില്ല. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ ഹല്ലേലൂയ രാത്രി യാമങ്ങളിൽ ഹല്ലേലൂയ ദൈവത്തെ സ്തുതിക്കുകയും കണ്ണ് തുറക്കുമ്പോൾ ഹല്ലേലൂയ ഒക്കെ ദൈവത്തെ സ്തുതിക്കണം, ആരാധിക്കണം. കാരണം എന്താ? നമ്മുടെ കർത്താവ് ഏത് യാമത്തിൽ വരുമെന്ന് നമുക്കറിയില്ല. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് വരുമ്പോൾ നാം ഹല്ലേലൂയ വിശുദ്ധിയോടെ ഹല്ലേലൂയ അവന്റെ വിളി കേൾക്കുവാൻ, ഹല്ലേലൂയ അവന്റെ കാഹളനാദം കേൾക്കുവാൻ ഒരുക്കമുള്ളവരായിട്ടിരിക്കുവാൻ ദൈവം നമ്മെ ഓരോ ദിവസവും സഹായിക്കണം. ഓരോ ദിവസവും നമ്മെ സഹായിച്ചുകൊണ്ടിരിക്കണം. അതുകൊണ്ട് നാം നമ്മെ തന്നെ ശുദ്ധീകരിക്കണം. ഹല്ലേലൂയ. നാം നമ്മെ തന്നെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കണം. അവന് തന്നെ ആശ്രയിക്കണം. ഹല്ലേലൂയ. നമ്മുടെ ഹൃദയം അവനിൽ പകരണം. അവൻ നമ്മുടെ സങ്കേതമാകുന്നു. ഹല്ലേലൂയ. ഏത് പ്രതിസന്ധിയിലും, ഏത് കഷ്ടത്തിലും, എല്ലാ കാലത്തും, എല്ലാ വഴികളിലും ഹല്ലേലൂയ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കും. നാം അവനിലാണ് ആശ്രയിക്കുന്നതെങ്കിൽ. ഹല്ലേലൂയ. കർത്താവ് ഇന്ന് രാത്രിയിൽ വചനങ്ങളാൽ നമ്മെ സഹായിക്കുമാറാകട്ടെ, അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹല്ലേലൂയ ഇന്ന് രാത്രിയിൽ ഹല്ലേലൂയ കർത്താവിന്റെ അനുഗ്രഹവും നന്മകളും ഉണ്ടാകട്ടെ. നിങ്ങളുടെ ആവശ്യങ്ങൾ, ആഗ്രഹങ്ങൾ ഹല്ലേലൂയ സ്തോത്രം കർത്താവിന് ആത്മീയമായിരിക്കുന്ന ഹല്ലേലൂയ ഉന്നമനങ്ങളെല്ലാം ഈ രാത്രി ദൈവം നൽകി തരുമാറാകട്ടെ. ഈ വചനങ്ങളെ കർത്താവ് അനുഗ്രഹിക്കുക, സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.